കൊന്നിച്ചോ മിനസാൻ നാനോമിഷിന്റെ സീസൺ 2 എപ്പിസോഡ് 19 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യം തന്നെ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്താണ് നിങ്ങൾക്ക് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മൈക്കിൻ്റെ പിന്നിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്ന് പല ഓഡിയോയും പ്രോപ്പർലി റെക്കോർഡ് ആയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് 4 ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അതിന് പകരമായിട്ട് ഈ വീക്കിൽ തന്നെ ഒരു ബിഗ് എപ്പിസോഡും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഇയോൺ പറയുന്നത്, അപ്പോൾ ഇതാണല്ലേ ആ ഒരു ഫീൽ. നിലവിൽ എന്തായാലും 2 ഫോംലെസ് വെപ്പൺസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ ട്രൂ എനർജി അത് നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് QA സോഡ് കൺട്രോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഹ്യോബോവിനെ കുഴപ്പമൊന്നുമില്ല, അവൻ ഞാൻ ചെക്ക് ചെയ്തു. രാവിലെ ആകുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം, എന്നിട്ട് ബാക്കിയുള്ള സ്കിൽസ് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയോൺ നേരെ നിലത്തേക്ക് ഇറങ്ങി വന്നു. ഡീമലോഡ് ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലേക്ക് എത്തിയതിൽ കൺഗ്രാജുലേഷൻസ്. അതേ ഡീമലോഡ്, കൺഗ്രാജുലേഷൻസ്. ഈ സമയത്ത് ഇയോൺ ഒന്ന് ചിരിക്കുന്നുണ്ട്. ദി ലൈഫ് ആൻഡ് ഡെത്ത് റിലം. ഞാൻ സെർച്ച് ചെയ്തിരുന്ന ഡീമലോഡ് ആ ഇറയിലെ മോസ്റ്റ് പവർഫുൾ ഉള്ള മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇദ്ദേഹം വീണ്ടും സ്ട്രോങ്ങർ ആണ്. ഏകദേശം 210 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ എംപറർ മരിച്ചതിന് ശേഷം സുജിയങ് എന്ന് പറയുന്നത് 10 സ്മോൾ നേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഓരോ സ്ഥലത്തും ലോർഡ്സ് വന്നു, ഗവൺമെന്റ്സ് വന്നു, ഒഫീഷ്യൽസ് വന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എംപററാകാൻ വേണ്ടി സ്വയമേ അപ്പോയിന്റ് ചെയ്യാനായിട്ടും തുടങ്ങി. അത് തന്നെ ഒരു വലിയ പ്രശ്നത്തിന് കാര്യമായി. റിലേഷൻഷിപ്പ് എല്ലാം തന്നെ അവിടെ തകരാൻ തുടങ്ങി. ഒരു വലിയ യുദ്ധത്തിന് അവർ കാലെടുത്ത് വെക്കുകയും ചെയ്തു. സത്യം പറഞ്ഞ എംപയറിന്റെ ഒരു ഡൗൺഫാൾ തന്നെയായിരുന്നത്. 10 വർഷത്തോളം അതുപോലെ തന്നെ എംപയർ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിരുന്നു 10 നേഷൻസ് ആയിട്ട്. അതുമാത്രമല്ല, എവിടെ നോക്കിയാലും എൻലെസ് ആയുള്ള ബ്ലഡ് ബാത്ത്സ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളായിരുന്നു. കർഷകരും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവർ സോൾജേഴ്സായി മാറേണ്ടി വന്നു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം. സുജിയാങ് ആ ഒരു സമയത്ത് ഡാർക്കർ ഇറയിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ നേഷനുള്ള ജിങ്ഹോയ്ക്കും ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം അവിടുത്തെ സ്ഥിതി നമുക്ക് ചെറുതായിട്ടെങ്കിലും അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് ഒരു ഹീറോ അവിടേക്ക് വന്നത്. ആ നേഷനിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ചു വുൻസുൺ. അവന്റെ മകനുള്ള ചു വോൺ മ്യാങ് അവനായിരുന്നു അത്. ഈ ചു വുൻസുൺ എന്ന് പറയുന്നത് അവന് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിലായിരുന്നു. അത് ഗവർണർ എന്ന ടൈറ്റിൽ. എന്നാൽ അവന്റെ മകന് അതങ്ങനെയല്ലായിരുന്നു. ചു വോൺ മ്യാങ് എന്ന് പറയുന്നത് ഒരു അൺഡിഫീറ്റഡ് ആയുള്ള ജനറൽ ആയിരുന്നു. അത് മാത്രമല്ല, നോർത്തിൽ നിന്ന് വന്ന സാവേഴ്സിനെ എല്ലാം തന്നെ അവൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ കൾട്ട് ലീഡറായുള്ള ചിയോൺ ഇങ്യുന് വരെ അവന് ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല, ഡിമോണിക് ഡീവൻ കൾട്ടായിട്ട് അവനൊരു സൗഹൃദവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൻ പലതവണ 10,000 ഗ്രേറ്റ് മൗണ്ടൻസിലേക്ക് വരാറുണ്ടായിരുന്നു, അവരുടെ ബന്ധം പുതുക്കാനൊക്കെ ആയിട്ട്. ചു വോൺ മ്യാങ് ആ ഒരു പേര് ദി ഫൗണ്ടിങ് എംപറിന്റെ പേരല്ലേ? അതെ, അദ്ദേഹം ഒരു ഹീറോ ആയിട്ടാണ് എല്ലാവരും കണക്കാക്കപ്പെട്ടത്. പാവപ്പെട്ടവരെ രക്ഷിക്കാനും നോർത്തിൽ നിന്ന് വരുന്ന ബാർബേറിയൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്യാനും അദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജിങ്ഹോയുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിനെ റെസ്പെക്റ്റും ചെയ്തിരുന്നു. എന്നാൽ ലോയൽറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എംപയർ തകർന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം രാജിവെക്കേണ്ടായി. എന്നിട്ട് സുജിയങ്ങിലുള്ള ഓരോ സ്ഥലത്തേക്കും അദ്ദേഹം ചെന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഹീറോസായിട്ട് ഒരു ബന്ധം പുതുക്കി. എന്നാൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നത് ആ സമയത്ത് അവിടെ നടന്ന സിറ്റിസൺസ് ആയിരുന്നു. കാര്യം സുജിയാങ് ആ ഒരു സമയത്ത് ശരിക്കും വീക്ക് ആയതുകൊണ്ട് തന്നെ നോർത്തിൽ നിന്നുള്ള ബാർബേറിയൻസ് എപ്പോഴും അവിടേക്ക് വന്ന് ഇന്നസെന്റ് ആയുള്ള പലരെയും കൊല്ലേണ്ടി വന്നു. ഇവിടെ ചോര പുഴ തന്നെ ഒഴുകുകയും ചെയ്തു. അങ്ങനെയാണ് അവസാനം ചു വോൺ മ്യാങ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പദവി ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നത്. അത് മാത്രമല്ല, അവന് ശരിക്കും വലിയ ഒരു കാഴ്ച തന്നെ ഉണ്ടായിരുന്നു ഭാവിനെ പറ്റി. എന്നാൽ ഈ 10 നേഷനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു പവറോ ഒരു ഫോഴ്സോ അവന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അവൻ പുറത്തുള്ളവരുടെ സഹായം തേടി. കാര്യം അവൻ അറിയാമായിരുന്നു ഒരു ആർമിനെ ഇപ്പൊ നിലവിൽ ബിൽഡ് ചെയ്തു വരുന്നത് അത് സമയമെടുക്കുന്ന ഒരു കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ജിങ്ഹോളുള്ളവരുടെ അടുക്കലാണ് അവൻ സഹായം തേടിയത്. മാസ്റ്റേഴ്സിനെ സാക്ഷി നിർത്തി ഞാനിതാ പറയുകയാണ്, എൻ്റെ നാട്ടിലെ ഇന്നസെന്റ് ഉള്ള പലരെയും നമുക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ ഗ്രീഡിയുള്ള കള്ളന്മാരുടെ ആ ലാൻഡ് ലോഡ്സിനെ എല്ലാം നമുക്കൊരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ഹീറോസ് പൊട്ടി പുറപ്പെട്ടു. ചു വോൺ മ്യാങ് ഇനി ആ ഒരു സമയത്ത് നല്ലൊരു സ്കിൽഫുൾ തന്നെ ഉണ്ടായിരുന്നു. കാര്യം അവന്റെ സറൗണ്ടിങ് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെവൻലി ഡിമൺ ഡിവൈൻ കൾട്ടും നമ്മുടെ ഓർത്തഡോക്സ് ഫ്രാക്ഷനും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഈ 10 നേഷൻസും അദ്ദേഹം യുണൈറ്റ് ചെയ്ത് ഒരൊറ്റ ഒരെണ്ണമാക്കി മാറ്റി. അങ്ങനെയാണ് അതിന് ദി ഗ്രേറ്റ് മിങ് എംപയർ എന്നുള്ള പേര് വന്നത്. എംപയർ സ്റ്റേബിൾ ആയതിനു ശേഷം അന്ന് അവരുടെ കൂടെ നിന്ന ഹീറോസിനെ എല്ലാം തന്നെ പുള്ളിക്കാരൻ അവാർഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ലാൻഡും ഗവൺമെന്റ് പൊസിഷനും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടും അതേപോലെ ഓർത്തഡോക്സ് ഫ്രാക്ഷനും ഇതിനകത്ത് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു ഈ ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്.
എന്നാൽ സ്റ്റെബിലൈസറിന്റെ കാര്യം വരാൻ നേരത്ത് എംപയറിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. കാര്യം അവർ രണ്ടുപേരും അത്രയും വലിയൊരു ഫോഴ്സ് തന്നെയായിരുന്നു. ഭാവിയിൽ അല്ലെങ്കിൽ എംപയറിന് ഇപ്പൊ തന്നെ അതൊരു ത്രെറ്റ് ആണെന്നുള്ള കാര്യം നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അവരെ സഹായിച്ച ഒരു ഹീറോസ് എന്ന നിലയിൽ അവരെ ഇഗ്നോർ ചെയ്യാനും എംപയറിന് സാധിച്ചില്ല. അങ്ങനെയാണ് ദി ഫൗണ്ടിങ് എംപയർ അതിനെല്ലാത്തിനും പുറമെ ഒരു നോൺ അഗ്രഷൻ ട്രീറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്, അവർക്ക് വേണ്ടതിന് പകരമായിട്ട്. ആ സമയത്തായിരുന്നു മുറിം അലയൻസിന്റെ ലീഡർ ഒരു റിക്വസ്റ്റ് എംപയറിന് നൽകുന്നത്. അതായത് എംപയറിനെ പിന്നെ ദി ഗ്രേറ്റ് മിങ് എംപയറിന്റെ ആ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ടോയിസം ആക്കണമെന്നുള്ളത്. അതായിരുന്നു അവരുടെ റിലേഷന്റെ ആ ഒരു ഉടമ്പടി. പക്ഷേ പ്രശ്നങ്ങളെല്ലാം അവിടെ നിന്നാണ് ഉദിച്ചത്. നമ്മുടെ ഡീമൻ ലോർഡിനും അത് തന്നെയായിരുന്നു വേണ്ടത്. അവരുടെ റിലീജിയൻ ദി ഹെവലി ഡിവൈൻ കൾട്ട് ആകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. കാര്യം ആദ്യം തന്നെ മുറിം ലീഡറിന്റെ ആ ഒരു അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മൈലോഡ്, ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഹിസ്റ്റോറിക്കലായ ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ അസ്യൂം ചെയ്യുന്നത് ആ സമയത്തുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാം തടഞ്ഞെന്നാണ് തോന്നുന്നത്. പക്ഷേ അന്നത്തെ നമ്മുടെ ഡീമൻ ലോർഡിന് ഇതൊട്ടും ഇഷ്ടപ്പെടുത്തില്ല. അദ്ദേഹം പകരം ഒരു ബോൾഡായുള്ള ഒരു റിക്വസ്റ്റ് വെച്ചു. കാര്യം ആ സമയത്ത് എംപയറിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഒരു മിത്തിക്കലുള്ള ക്രീച്ചർ അവിടെ അപ്പിയർ ആയിരുന്നു. സർപ്രൈസിംഗ്ലി ആ ഒരു സമയത്ത് അത് നമ്മുടെ സൊജാങ്ങിലുള്ള ഒരു സ്ഥലത്ത് അപ്പിയർ ആകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചിയോൻ ഇങ്ങു എന്ന് പറഞ്ഞ നമ്മുടെ ഡീമൻ ലോർഡ് മില്യൺസ് ഓഫ് എക്സ്പെർട്ട് മാർഷൽ ആർട്ടിസ്റ്റും പിന്നെ ഗാർഡിയൻസും എൽഡേഴ്സും എല്ലാവരുമായിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവർ 3 ദിവസവും 3 രാത്രി നിർത്താതെ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കിറിനെ അവർ ഡിഫീറ്റ് ചെയ്തത്. കിറിനെ ഡിഫീറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ശവകുടീരം നിർത്താതെ ഒരു ജ്വാലയെ കത്താനിട്ട് തുടങ്ങി. ഫൗണ്ടിങ് എംപയറിന് ഈ ഒരു കാര്യം നന്നായിട്ട് ഇഷ്ടപ്പെടുകയും അത് ന്യൂ എംപയറിന് ഒരു സിമ്പിൾ ആകാൻ വേണ്ടി അദ്ദേഹമായിട്ട് അവിടെ ഒരു ടൂംബ് വെക്കാനും പ്രഖ്യാപിച്ചു. പക്ഷേ ആ സമയത്ത് ഡീമൻ ലോർഡ് പിന്നെ പറയും, എനിക്ക് കിറിന്റെ ബ്ലഡും അതിന്റെ എസൻസും ആവശ്യമുണ്ട്. അതേപ്പം അതും റിജക്ട് ചെയ്ത് കാണുമല്ലേ? അതെ, റിജക്ട് ചെയ്തു. ബാക്കിയുള്ളവർ മുറിം അലയൻസും എല്ലാം തന്നെ അതിന്റെ കൂടെയായിരുന്നു. കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ കൾട്ടിന്റെ പവർ അത്രത്തോളം ഉയരുമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പലതവണ അത് റിജക്ട് ചെയ്യപ്പെട്ടു. പക്ഷേ നമ്മുടെ ടീമിലോട് ഒരിക്കലും അത് എഗ്രി ചെയ്തില്ല. ഞാനും എന്റെ ആൾക്കാരും കൂടെ ഞങ്ങളുടെ ജീവൻ റിസ്ക് ചെയ്താണ് ആ ഒരു കിറിനെ ഡിഫീറ്റ് ചെയ്തത്. അതുകൊണ്ടല്ലേ കോപ്സ് നിങ്ങളെടുത്തോളൂ, ആ എസൻസും ബ്ലഡ് മാത്രം തന്നാൽ മതി, പിന്നെ നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് നോ എന്ന് പറയാനായിട്ട്. എംപയറിന് ഈ സത്യം പറഞ്ഞാൽ ഇതൊരു തലവേദനയായിട്ട് മാറി. കാര്യം ബാക്കിയുള്ളവർ അത് സമ്മതിക്കുന്നില്ലെങ്കിലും അതിരുത്തിന് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അവസാനം ഡീമൻ ലോർഡിന്റെ ആ ഒരു റിക്വസ്റ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അവിടെയും ഒരു കണ്ടീഷൻ വെച്ചു. വീണ്ടുമോ? അതെ, കാര്യം ഒരു മനുഷ്യനെ പോലും കിറിന്റെ ബ്ലഡ് തൊടാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. കാര്യം അത് തിളച്ച് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിമോണിക് കൾട്ടിൽ നിന്ന് 12ഓളം എക്സ്പെർട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റിനെ അവിടേക്ക് അയച്ചു. അവർ ഈ അണ്ടർഗ്രൗണ്ട് സ്പേസിൽ നിൽക്കുകയും ഈ ബ്ലഡ് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്ത് അത് നമ്മുടെ കൾട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകാനായിട്ട്. അല്ല, അതിനർത്ഥം താങ്കൾ ഇത്രയും നാള്? അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷൻ ആണെങ്കിലും ബാക്കിയുള്ളവർക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. കാര്യം ഡിമോണിക് കൾട്ടിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലോയൽറ്റി ഞങ്ങൾക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഈ കാണുന്നായിരുന്നു ഞങ്ങളുടെ ബാഡ്ജസ്. ഇത് ഡിമോണിക് ഡ്രാഗൺ പ്ലാംസെറ്റിലെ ഔട്ടർ ഹാൾ മാസ്റ്റർ മുൻ റെങ്യോങ്. അതായിരുന്നു എന്റെ പേര്. എന്ത്? ദ ഡിമോണിക് ഡ്രാഗൺ പ്ലാംസെക്റ്റോ? അതിനർത്ഥം നീ മിൻഗ്യുവിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ? അല്ല, ഗ്രേറ്റ് 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 ഗ്രാൻഡ് മദർ അല്ലേ? മുൻഗ്യോ? അവളും പിന്നെ എൽറമിനും എന്തായാലും കംപ്ലീറ്റ് സർപ്രൈസ് ആയിരിക്കും. അല്ല, ബാക്കിയുള്ളവരുടെ ബാഡ്ജസും നിന്റെ കയ്യിലുള്ളപ്പോ ബാക്കിയുള്ളവരെല്ലാവരും? അതെ, അവരെല്ലാവരും മരിച്ചുപോയി. ആ ഒരു എസൻസ് എടുക്കാനായിട്ട് പല രീതി ഞങ്ങൾ പരിശ്രമിച്ചു. അത് മാത്രമല്ല പാലസും ഞങ്ങളെ സഹായിച്ചു. കാര്യം അവർക്കും ഇത് വേണമല്ലോ. എല്ലാം തന്നെ അൺസക്സസ്ഫുള്ളായി. അതിനുശേഷം ഈ സാധനം കൺസ്യൂം ചെയ്യാനായിട്ടും തുടങ്ങി. ഞങ്ങൾക്കും മറ്റു മാർഗ്ഗമില്ലായിരുന്നു. കാര്യം ഈ ബ്ലഡ് ഞങ്ങളുടെ കൈവിട്ടും പോകാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും അത് കൺസ്യൂം ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഒരാണിന് പോലും അത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാര്യം സ്ട്രോങ് ഉള്ള യാങ് എനർജിക്ക് പുറമെ ഫ്ലെയിം ക്യൂയും കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അത് കൺസ്യൂം ചെയ്യാനായിട്ട് തുടങ്ങി. എംപയർ ഞങ്ങളുടെ ആ ഒരു ബ്ലഡ് എടുക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ അതത്ര നിസ്സാരമല്ലായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും അവസാനമുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഊഴമെത്തിയപ്പോൾ അവരാരും തന്നെ. കാര്യം നിനക്ക് മാത്രമേ ഈ ഒരു സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതെ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കുകയും ചെയ്തു. പിന്നുള്ള സമയം എന്ന് പറയുന്നത് ശരിക്കും ലോൺലി ആയിരുന്നു, ഒറ്റയ്ക്ക്. ആ സമയത്ത് എൻ്റെ ഇന്റേണൽ എനർജിയൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ഞാനായിട്ട് എവല്യൂഷണറി റലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എൻ്റെ ഏജിക്കും മുന്നിലേക്ക് വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മരണം അടുത്തെത്തിയെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്യാമ്പിൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഒരാണിനല്ലേ ഈ ഒരു ഫ്ലെയിം ക്യൂഐ കൺസ്യൂം ചെയ്യാൻ പറ്റാത്തത്, പക്ഷെ ഒരു പെണ്ണിനെ. എന്നാൽ എൻ്റെ ആ ഒരു ബെറ്റ് അത് സക്സസ്ഫുള്ളായി. ഞാൻ ആ ഫ്ലെയിം ക്യൂഐ കംപ്ലീറ്റ്ലി അബ്സോർവ് ചെയ്യുകയും ചെയ്തു. അത് മാത്രമല്ല മെറ്റാമോർഫിസ് ഉള്ള കാരണം തന്നെ എനിക്ക് യൂത്തും റീഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അല്ല, അപ്പൊ ഇമ്പീരിയൽ പാലസ് അവരുടെ സ്ത്രീകളുടെ മേളിൽ ഇത് പ്രാക്ടീസ് ചെയ്തില്ലേ? അതെ ചെയ്തു. പക്ഷെ ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞു.
ഞാൻ പറഞ്ഞത് ഇന്റേണൽ എനർജിയുള്ള സ്ത്രീകൾക്ക് അതൊരു പ്രശ്നമാണ്, അത് അപ്പം തന്നെ മരണത്തിലേക്ക് നയിക്കുമെന്നാണ്. ഇമ്പീരിയൽ പാലസ് അതുകൊണ്ട് തന്നെ അത് നിർത്തി. കാര്യം ഓൾറെഡി അവരുടെ കുറേയധികം മാർഷൽ ആർട്ടിസ്റ്റ് മരിച്ചു പോയിരുന്നു. എന്നാൽ ഇമ്പീരിയൽ പാലസിന് 100 കണക്കിന് അല്ല 1000 മേറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ മേത്ത് ഇത് പരീക്ഷിച്ചു. അങ്ങനെയാണ് ദി ഇമ്പീരിയൽ പാലസിന്റെ ഗാർഡിയൻസ് ആയിട്ട് അവർ മാറിയത്. ഓ അങ്ങനെയാണല്ലേ. അവരെ പറ്റി വിളിട് കുഴപ്പമില്ല, പറയണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. 10,000 ഗ്രീൻ മൗണ്ടൻസിലേക്ക് വന്ന് ബാക്കിയുള്ളവരുടെ മരണത്തിനെ പറ്റി എല്ലാം പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്കത് സാധിച്ചില്ല. ഞാൻ കൂടെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കിരൺ ബ്ലഡിന്റെ എസൻസ് അതിവിടെ തന്നെ റിമെയിൻ ആയിപ്പോവും. പിന്നെ ഈ ഒരു ഇമ്പീരിയൽ പാലസ് അതിനെപ്പറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ, പക്ഷേ ഡീമൺ ലോർഡ് ഇനി എനിക്കൊരു കുഴപ്പമില്ല. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് താങ്കളെങ്കിലും കാണാൻ സാധിച്ചല്ലോ. ഈ ഒരു ശക്തി വെച്ചുകൊണ്ട് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാവുന്നതായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. കൾട്ടിന്റെ സേക്കിന് വേണ്ടി അവൾ ഇവിടെ തന്നെ നിന്നു. അടുത്ത സെക്കൻഡ് ഇയോൺ ആ സോഡ് അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ദി ഹെവൻലി ഡീമൺ സോഡ്. ഞാൻ ഇയോൺ ചിയോൺ, ദി സെക്കൻഡ് ഹെവൻലി ഡീമൺ ആൻഡ് ദി 24th ഡീമൺ ലോർഡ് ഓഫ് ദി ഗ്രേറ്റ് ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ട്. ഞാൻ കൾട്ടിന്റെ പഴയ ഹീറോസിനെ എല്ലാം തന്നെ ഇവിടെ വാഴ്ത്തുകയാണ്. അവരുടെ ലോയൽറ്റി ഏറ്റവും വലുതാന്ന് ഇവിടെ അംഗീകരിക്കുകയാണ്. അതിന്റെ റിവാർഡായിട്ട് ദി ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ദി ഗ്രേറ്റ് എൽഡറായിട്ട് ഞാൻ താങ്കളെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ഡീമൺ ലോർഡിനെ ഒരു തവണ ഇവിടെ കണ്ടാൽ അടുത്ത സെക്കൻഡ് അവൾ നേരെ തല കുണിച്ചിട്ട് പറയുകയും ചെയ്യും, താങ്ക് യു യുവർ ഗ്രേസ്, താങ്ക് യു, റിയലി താങ്ക് യു. ഡീമൺ ലോർഡ് ശരിക്കും പൊളിയാണ്. അദ്ദേഹം ഇപ്പൊ ദി ലൈഫ് ആൻഡ് ഡെത്ത് രഥത്തിലാണ്. അത് മാത്രമല്ല ഇപ്പോൾ അൺറൈവൽ സോറിനോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ഉള്ള ഒരാൾ വീണ്ടും നമ്മുടെ കൾട്ടിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം ഒരു കാന്തത്തിനെ പോലെ സ്ട്രോങ് ആയുള്ള മാർഷൽ ആർട്ടിസ്റ്റിനെ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വലിക്കുകയാണ്. അതിനുശേഷം ഈയോനായിട്ട് ആ സോഡ് മാറ്റി. നോർമലി ഇപ്പൊ തന്നെ കൾട്ടിലേക്ക് പോകാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. താങ്കൾക്ക് ഈ സ്ഥലം കുറച്ചുകൂടെ ഒന്ന് ഗാർഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? എന്ത് ചോദ്യമാണ് ഡീമലോട്? താങ്കളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ എൻ്റെ എന്ത് വേണമെങ്കിലും താങ്കൾക്ക് തരാൻ തയ്യാറാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും? പിന്നെ കാണിക്കുന്ന ഈസ്റ്റേൺ ഡിപ്പോർട്ട് ഗസ്റ്റ് ഹാളാണ്. ഇത് ശരിക്കും ഹൊറബിളാണ്. ഇവിടെ ഇത്ര വലിയൊരു ഫൈറ്റ് നടന്നിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല ഇതിനെപ്പറ്റി. അല്ല, ആരെങ്കിലും സൗണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നോ? അങ്ങനെ വരാൻ മാർഗമില്ല. കാര്യം ഇത്രയും വലിയ സൗണ്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു കമാൻഡർ ലെവലെങ്കിലും ആയിരിക്കണം. എല്ലാ ബോഡിയും ഇപ്പൊ തന്നെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നോക്ക്. പെട്ടെന്നാണ് അവിടേക്ക് കുറച്ചു പേർ നടന്നു വന്നത്. അല്ല ഇൻചൂസ്, ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടേക്ക് കാലെടുത്ത് കുത്തുന്നതിന് മുമ്പ് എനിക്ക് ചോരയുടെ ഗന്ധം കിട്ടിയിരുന്നു. പക്ഷെ ഇത്ര ഹൊറിബിളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒത്തിരിയധികം പേര് മരിച്ചിരിക്കുന്നു. ഇവനെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന്. ഇനി മുതൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്നത് അത് ഞങ്ങളായിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ ഇമ്പീരിയൽ പാലസിൽ ഒരു മർഡർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളാണ്. നീ അറിഞ്ഞൂടെ അത്? ശരിയാണ്, പക്ഷെ നീ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ഈസ്റ്റേൺ ഹാൾ ചിലപ്പോ ഈസ്റ്റേൺ ഡിപ്പോന്റെ കീഴിലായിരിക്കും. എങ്കിലും ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി അത് ഞങ്ങൾക്കുള്ളതാണ്. ഡസൻസ് ഓഫ് മെയ്ഡ് ഇവിടെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ടെറിട്ടറിയുടെ ഫൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പുറമെ എന്തൊക്കെയുണ്ട്. നിനക്കാണ് ഇവിടെ തെറ്റുപറ്റിയത്. ഈ ഒരു ക്രൈമിൽ എംബ്രോ യൂണിഫോം ഗാർഡ്സിനും പങ്കാളിത്തമുണ്ട്. നീ എന്താണ് ഈ പറഞ്ഞത്? അവരെല്ലാരെയും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. അവരെ പിടിച്ചു കെട്ടാൻ നോക്ക്. അവരാണ് ഇവിടേക്ക് സ്പൈസിനെ കൊണ്ടുവന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന എംബ്രോ യൂണിഫോം ഗാർഡ്സിനെ എല്ലാം തന്നെ അവർ പിടിച്ച് കെട്ടുന്നുണ്ട്. സ്പൈസോ, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഒരു എംബ്രോ യൂണിഫോം ഗാർഡിന്റെ നേരെ? അതുകൊള്ളാം. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഒരു ഇമ്പീരിയൽ ഓർഡറിന്റെ നേരെ, അതും സോൾ കിങ്ങിന്റെ ഇമ്പീരിയൽ ഓർഡറിന്റെ നേരെ തിരിച്ചു പറയുന്നത്? എന്ത്, ദി സോൾ കിങ്ങോ? ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിൻസ് ചെന്നിന്റെ ആ ഒരു പ്ലേസ് ആണ്. പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? ആ പറഞ്ഞത് സോൾ കിങ് ആണുള്ള ജു തേ യുങ് ആയിരുന്നു. അതേ ഇമ്പീരിയൽ ഹൈനസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഈസ്റ്റേൺ ഡിപ്പോന്റെ ഹെഡായുള്ള ലിം ചിയോങ് ഹ്യോ ആയിരുന്നു. ഇമ്പീരിയൽ ടൂമിലെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടപ്പുണ്ട്. മുറുമലൻസിലെ പലരും അവിടേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കുമല്ലേ? അഫ്കോഴ്സ് യുവർ ഇമ്പീരിയൽ ഹൈനസ്. കാര്യം എനിക്ക് ആ പ്രിപ്പറേഷന്റെ മെസ്സേജ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്റെ പൊസിഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പല്ല സുപ്രീം സെർവർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് സെക്ടിനെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. യുവർ ഇമ്പീരിയൽ ഹൈനസ്. അത് ശരിക്കും ഒരു ഹോണർ തന്നെയാണ്. ആ സമയത്ത് അവനുള്ളിലൊന്ന് പൊട്ടി ചിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? അതെ പ്രിൻസ്റ്റൺ, താങ്കൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളിവിടേക്ക് വന്നിട്ടുള്ളത്. പുറത്തേക്ക് വാ പ്രിൻസ്റ്റൺ. പെട്ടെന്നാണ് പ്രിൻസ്റ്റൺ നേരെ പുറത്തേക്ക് വന്നത്. ഞാൻ എൻ്റെ ബ്രദറിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. മൈ ബ്രദർ, താങ്കൾ തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഈ ചെറുക്കൻ ഇവൻ ശരിക്കും ആരോഗ്യനാണല്ലോ. കുറച്ചായില്ലേ നമ്മൾ കണ്ടിട്ട്?
അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ചുമ്മാ സംസാരിക്കാനല്ലോ താങ്കൾ ഇവിടേക്ക് വന്നത്. അല്ലെങ്കിൽ പിന്നെ എന്റെ പ്ലേസിന് ചുറ്റിനും എന്തിനാണ് ഇത്രയും ഇൻസുള്ളത്? യുവർ ഇമ്പീരിയൽ ഹൈനസ്, ഒരു വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതെയോ? അതെന്താണ്? കഴിഞ്ഞ രാത്രി ഡസൻസ് ഓഫ് മെയ്ഡാണ് മരണപ്പെട്ടത് ഈസ്റ്റേൺ ഹാളിലെ ഡിപ്പോട്ടിൽ വെച്ചുകൊണ്ട്. ഏ എന്ത്? എന്നാൽ അത് മാത്രമല്ല പ്രശ്നം. ആ കൾപ്രിറ്റ് നമ്മുടെ എംബറിന്റെ ട്രഷറും കൂടെ കണ്ടെത്തി അത് മോഷ്ടിച്ചിരിക്കുന്നു. എന്താണ് നീ പറയുന്നത്? അപ്പൊ നീ ഇവിടേക്ക് വന്നത് അത് ഞാൻ കൂടെ അറിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്? ഏ ഇമ്പീരിയൽ ഹൈനസ്, ഇത്ര ദേഷ്യപ്പെടല്ലേ. സംഭവം കണ്ടിട്ട് ഡിമോണിക് കൾട്ടിന്റെ മെമ്പേഴ്സിന്റെ പണിയായിട്ടാണ് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും താങ്കളല്ലേ അവരെ കാണാൻ അവിടേക്ക് പോയത്. അപ്പൊ പിന്നെ താങ്കളുടെ കൂടെ അവരിവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ? നീ പറയുന്നത് ഞാൻ അവരെ കൊണ്ടുവന്നായിരിക്കുമല്ലേ? ആർക്കറിയാം, യുവർ ഇമ്പീരിയൽ മാജസ്റ്റിയുടെ ഓർഡർ അല്ലേ സത്യം കണ്ടുപിടിക്കാനും കൾപ്രിറ്റിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എന്ത്? അറസ്റ്റ് ചെയ്യാനോ? നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാനോ ആണോ? എങ്കിന്ന് ട്രൈ ചെയ്ത് നോക്ക്. നീ അത്രക്കും അങ്ങോട്ട് അഹങ്കരിക്കില്ലെന്നായേ. നിനക്ക് എവിടെ നിന്നാണ് ഇത്ര കോൺഫിഡൻസ് വന്നത്? നീ ഈ കൂട്ടത്തിലാണെങ്കിൽ മര്യാദക്ക് നീ അത് ക്ലെയിം ചെയ്യുന്നതാണ് നല്ലത്. ആ സമയത്ത് പ്രിൻസ് ചെയിൻ പറയും ചെയ്യും, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ ഡിമോണിക്കളുടെ ആൾക്കാരെ നേരിട്ട് കണ്ടതാണ്. അവരിത്ര വിട്ടിയൊന്നുമല്ല. ഇനി അവരാണിത് ചെയ്തെങ്കിൽ ഇവിടെ ഒരു സർവൈവേഴ്സ് പോലും അവര് മിച്ചം വെക്കത്തില്ല. അതുകൊണ്ട് എവിഡൻസ് എവിടെ? ഞാനിവിടെ എവിഡൻസ് ഇല്ലാതെ വന്നാണോ നീ പറഞ്ഞത്? എങ്കിൽ നിനക്ക് തെറ്റി. ഇമ്പീരിയൽ പാലൻസിൽ നിനക്കെതിരുള്ള എല്ലാ എവിഡൻസും എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അതെന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാം. നീ അങ്ങനെയാണ് അഹങ്കരിക്കുന്നത്. യുവർ ഇമ്പീരിയൽ ഹൈനസ്, അത് കുഴപ്പമില്ല. അവന് കണ്ടാ പോരെ. അവൻ തന്നെ നേരിട്ട് കാണാൻ നിർത്ത് ഞെട്ടിത്തരിച്ചോളും. പക്ഷെ എനിക്കവനെ... ശരി, എങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ആ പ്രൂഫ് എനിക്ക് നേരിട്ട് എന്റെ കണ്ണുകൾ കൊണ്ട് കാണണം. വിട്ടി, നീ നിന്റെ കുഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുകയാണ്. എന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ ഒരു മകൻ മാത്രമാണ് നീ. നീ എനിക്ക് ഈക്വലാകണോ? എനിക്ക് ഈക്വലാകാനും പറ്റത്തില്ല. എന്റെ മുകളിൽ വരാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അതിനുശേഷം അവരെല്ലാം കൂടെ ഇമ്പീരിയൽ പാലസിലേക്ക് കടന്നു. നിന്റെ അവസാനം ഞാൻ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നിന്റെ കഥ ഞാൻ ഇന്നിവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോൾ കിങ് ആട്ടെ അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി. അവിടെ ആട്ടെ കുറെ പേർ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. യുവർ ഇമ്പീരിയൽ ഹൈനസ്, ഞാനിതാ ഗ്രീറ്റ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ അത് കുറച്ചു മുമ്പ് കഴിഞ്ഞിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. വേണ്ട, അതിപ്പോ തന്നെ വാ. പിന്നെ നീ എന്റെ കൂടെ വാ. നിനക്ക് കാണണമെന്നല്ല പറഞ്ഞത്, നീ തന്നെ നേരിട്ട് വന്ന് കാണ്. ഓഫ് കോഴ്സ്. ഇതേ സമയത്ത് സുപ്രീം സേവർ ഓഫ് ദി ഡിവൈൻ മാർഷൽ ആർട്സ് സെക്ടറിലെ അവനവിടെ നിപ്പോണ്ടായിരുന്നു. ഞാൻ കേട്ടത് ഈ സ്ഥലത്ത് നിരവധി ഫ്ലോർസ് ഉണ്ടെന്നാണ്. എന്നാൽ അവിടെ മുഴുവനുള്ള എല്ലാവരുടെയും ശരീരത്ത് അവരത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ശരീരത്ത് ഡിമോണിക്കളിന്റെ ആൾക്കാരുടെ ട്രേസസ് നോക്കാനായിട്ട് അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അവരുടെ ഹാർഡ് വർക്ക് എന്നാലും ഇപ്പോൾ പേ ഓഫ് ചെയ്യും. ഇനി മുറിം അലയൻസിന്റെ മാർഷൽ ആർട്ടിസ്റ്റ് എല്ലാം ഇതൊന്ന് കൺഫേം ചെയ്താൽ മതി ഇത് ഡിമോണിക്കളുടെ ചെയ്യുന്നതാണെന്ന്. ഡിമോണിക്കളുടെ നായകളെ ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് പോകുവാണ്. ഒരു കല്ലിൽ ഞങ്ങൾ 3 പക്ഷിനെയാണ് ഇടാനിട്ട് പോകുന്നത്. എംബറിന്റെ സപ്പോർട്ട്, അവർ കിറിന്റെ ബ്ലഡും പിന്നെ ഡിമോണിക്കളുടെ തകർച്ചയും. ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആ ഒരു എഫേർട്ടിന് ഇന്നൊരു ബലം കാണും. പെട്ടെന്നാണ് സോൾ കിങ് ചാടി പറയുന്നത്, ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു മാർഗവുമില്ല. ഡിമോണിക്കൾട്ടിന്റെ ഒരു സ്പൈ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം കാണുന്നതാണ്. ആ സമയത്ത് അവന്റെ തട്ടിയാൻ പുറകിലേക്ക് ഇട്ടിരുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഈ കാണുന്നത് ഡിമോണിക്കൾട്ടിന്റെ അല്ല, പകരം ദി സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടറിന്റെ ആണെന്നോ? അതെ, അങ്ങനെ വരാൻ. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. അല്ല, അവനിപ്പോ എന്താണ് ഈ പറഞ്ഞത്? പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. ബോഡീസ് എല്ലാം കാറ്റഗറൈസ് ചെയ്തോ? യെസ് സാർ. അതേസമയം അവിടെ മുറിം അലയൻസിന്റെ 17 മാസ്റ്റേഴ്സ് ആയുള്ള ദി 12th മാസ്റ്റർ ആയുള്ള കോങ് ടോങ് സെക്ട് ലീഡർ ആയുള്ള ചിയോങ്സോ ഉണ്ടായിരുന്നു. ഞാനിവിടേക്ക് വന്നത് ബോഡീസുള്ള ഇഞ്ചുറീസ് കാണാനായിട്ടാണ്. പക്ഷേ ഇവിടെ കാണുന്നത് ഒട്ടും തന്നെ നിസ്സാരമല്ലല്ലോ. ആ ഒരു സുപ്രീം ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടറിന്റെ ആ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നാൽ ഡിമോണിക്കൾട്ട് ഇങ്ങനെയൊക്കെ ചെയ്യോ? ഞാൻ കേട്ടിട്ടുണ്ട് അവർ ക്രൂരരാണെന്ന്. പക്ഷേ അവരിങ്ങനെ ഒരു സ്ഥലം വന്ന് മോഷ്ടിക്കുമോ? എനിക്കത് തോന്നുന്നില്ല. എന്തായാലും ബോഡീസ് കാണാൻ നിർത്ത് എനിക്കെന്തായാലും സത്യം അറിയാൻ സാധിക്കും. ആദ്യം ബോഡീസ് കാണട്ടെ, അതാണ് എന്റെ ഡ്യൂട്ടി. ഈ സമയത്ത് ഒരു ഇനിച്ച് പറയും, അല്ല ഇതൊരു കുക്കല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള മെയ്ഡ്സും ബാക്കിയുള്ളവരൊക്കെ വാരിയേഴ്സ് ആയിരുന്നു. പക്ഷേ കുക്കും. പെട്ടെന്നാണ് അവൻ ആ മുറിവുകൾ ശ്രദ്ധിക്കുന്നത്. അല്ല, ഈ ഇഞ്ചറീസ് അല്ല വിപ്സോഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതല്ലേ? പക്ഷേ പെട്ടെന്നാണ് അവൻ ആ ചതി മനസ്സിലാക്കിയത്. അതേ സമയത്താണ് സോൾ കിങ്ങും ബാക്കിയുള്ളവരും അവിടേക്ക് വന്നത്. നാശം, അവരിവിടേക്ക് വന്നിരിക്കുന്നു. ഇതെങ്ങനെ ചിയോങ്സോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നമാകും. അല്ല, ഇതെന്താണ്? നിന്റെ ക്ലാനല്ലേ ദി സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെറ്റ്? നിങ്ങളാണ് ഇതൊക്കെ ചെയ്തത്? അങ്ങനെ ഒരു മാർഗമില്ല, ഞങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് അവിടെയുള്ള ഇനിച്ച് നേരെ അവിടേക്ക് വന്നത്. ഒരു പ്രശ്നമുണ്ട്. ഞാൻ അറിഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചെന്ന്. പക്ഷെ കുഴപ്പമില്ല,
സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ സെക്ട് ഉണ്ടല്ലോ, അവരുടെ തലയിലേക്ക് നമുക്കിത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. സാർ അതല്ല പ്രശ്നം, ആ ശരീരത്തുള്ള പാടുകൾ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോയാണ്. അവൻ പറയും ചെയ്യും, ഞാൻ എല്ലാ ട്രേസസും നന്നായിട്ട് അനലൈസ് ചെയ്തു. അത് അൺഡൾട്ടിങ് വിപ്പ് സോട്ട് ടെക്നിക്കാണ്, അതെനിക്ക് ഉറപ്പാണ്. എന്ത് അൺഡൾട്ടിങ് വിപ്പ് സോട്ട് ടെക്നിക്കോ? കാര്യം ദി അൺഡൾട്ടിങ് വിപ്പ് സോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഡിപ്പോന്റെ ഹെഡായുള്ള ലിം ചോങ് ഹ്വാ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഇൻഷുറൻസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഈസ്റ്റേൺ ഡിപ്പോയിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു അൺഡൾട്ടിങ് വിപ്പ് സോട്ട് ആർട്ട് അറിയാവുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു ടെക്നിക്ക് അവരുടെ സിമ്പിളായി മാറുകയും ചെയ്തു. ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യുവർ ഇമ്പീരിയൽ ഹൈനസ്, ഇതൊരിക്കലും പോസിബിൾ അല്ല. സാർ ചിയോങ്സോ, താങ്കൾ ഒന്നുകൂടെ നോക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ പലതവണ ആ ബോഡീസ് എല്ലാം തന്നെ ഇൻസ്പെക്ട് ചെയ്തിരുന്നു. അത് ദി അൺഡൾട്ടിങ് വിപ്പ് സോട്ട് ആർട്ട് തന്നെയാണ്. താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ നോക്ക്. താങ്കളുടെ ടെക്നിക്കല്ലേ, താങ്കൾക്ക് ഉറപ്പായിട്ട് അത് മനസ്സിലാകാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു കാര്യം അവൻ ആലോചിക്കുന്നതാണ്. റീസെന്റ് ആയിരുന്നു ഇമ്പീരിയൽ പാലസിന്റെ ഒരു ടൂറിസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടായത്. അവിടെ വെച്ച് ഈ വിപ്പ് സോട്ട് ടെക്നിക്ക് സോ ഡാൻസ് എന്ന രീതിയിൽ കാഴ്ചവെക്കുകയുണ്ടായി. എന്നാൽ ആരെങ്കിലും ആ ഒരു സോ ഡാൻസ് കണ്ടുകൊണ്ട് ഒരു തവണ കണ്ടുകൊണ്ട് ആ ടെക്നിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട്? യുവർ ഹൈനസ്, ഞാനിത് പറഞ്ഞില്ലേ. എന്താണ് നീ പറഞ്ഞത് പറഞ്ഞിട്ട് സോൾ കിങ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ ഞെട്ടിയത്. കാര്യം പ്രിൻസ് ചെന്നാട്ടെ ചിരിക്കുകയായിരുന്നു. അവനിപ്പോ ചിരിക്കുകയാണ്. അല്ല, അവനെങ്ങാനും ചെയ്ത ട്രാപ്പായിരിക്കും ഇത് എന്തെങ്കിലും? അങ്ങനെ വരെ മാർഗമില്ല. കാര്യം ചിയോങ്സോ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയുള്ള മാർഷൽ ആർട്ടിസ്റ്റാണ്. അവൻ എല്ലാത്തിനും പുറമെ ജസ്റ്റിസും ഫെയർനെസ്സും ആണ് കാഴ്ചവെക്കുന്നത്. എങ്കിൽ പിന്നെ ഇത് ഹിസ് മാജസ്റ്റി എന്തായാലും ശരിക്കും ഡിസപ്പോയിന്റഡ് ആയിരിക്കും. യുവർ ഹൈനസ്, താങ്കളെ ഇത് കാണാൻ നേരത്ത് ഇവരെന്താണ് ഈ പറയുന്നത്? ഞാൻ അധികാരത്തിലേക്ക് കയറേണ്ട സെറമണി അടുക്കാറെ ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറുമല്ലോ. ഇതെല്ലാം നീ ചെയ്യുന്നതല്ലേ? നീ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. കാര്യം നീ ആ രണ്ടാം ഭാര്യയുടെ മകനല്ലേ. നീ ഇവിടെയുള്ള ബോഡീസ് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതല്ലേ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്നാണ് ഒരാൾ പുറകിൽ നിന്നുകൊണ്ട് ഇത് പറഞ്ഞത്. അതൊരു സ്ത്രീയുടെ വോയിസ് ആണല്ലോ. പക്ഷെ ആര്? അടുത്ത സെക്കൻഡാണ് അവളാട്ടെ അവന്റെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അവൾ എപ്പോഴാണ് അവിടേക്ക് ചെന്നത്? ഞാൻ കണ്ടതുപോലെ ഇല്ലല്ലോ. അവളിപ്പോ അത്രയും വലിയൊരു മാർഷൽ ആർട്ടിസ്റ്റാണോ? പക്ഷെ ആരാണ് അവൾ? നീ ആരാണ്? എന്തിനാണ് എന്റെ മുമ്പിലേക്ക് വന്നത്? യുവർ ഇമ്പീരിയൽ ഹൈനസ്, ഞാൻ റാങ് യാങ്, ദി ഫസ്റ്റ് ഗ്രേറ്റ് സുപ്രീം ആണ്. ഞാനാണ് ഒരു ഇമ്പീരിയൽ ഗ്രേവ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇൻചാർജ് ഉള്ളത്. എന്ത് ദി ഫസ്റ്റ് ഗ്രേറ്റ് സുപ്രീമോ? അതിനർത്ഥം അവൾക്ക് 200 വർഷം പ്രായമുണ്ടെന്നാണോ? അവളെങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ? അത് പോസിബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ തട്ടിപ്പറിച്ച് അത് നോക്കും. ഇത് ഇമ്പോസിബിൾ ആണ്. ഇത് ശരിക്കും ഒറിജിനൽ ആണല്ലോ. ദി എംപററുടെ സീലും ഉണ്ട്. അതിനർത്ഥം ഈ സ്ത്രീ. പക്ഷേ എങ്ങനെ? യുവർ ഹൈനസ്, ഇതെന്തായാലും നല്ലതല്ലേ. ആ സ്ത്രീ ഇപ്പൊ എന്തായാലും ഇത് ദി സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടിന്റെ തലയിലേക്ക് വെച്ചോളും. നമ്മളപ്പോ രക്ഷപ്പെടും. അതുകൊണ്ട് താങ്കൾ പേടിക്കേണ്ട കാര്യമില്ല. ശരിയാണ്, ഈസ്റ്റേൺ ഡിപ്പോർട്ടിനും എനിക്കും ഇനിയും രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നീ പറയൂ, എന്താണ് ഇവിടെ സംഭവിച്ചത്? യുവർ ഹൈനസ്, എന്നെ പണിഷ് ചെയ്താലും എന്നോട് ക്ഷമിക്കണം. എനിക്കത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഈസ്റ്റേൺ ഡിപ്പോളിലെ ഇനിച്ചും പിന്നെ എനിമീസും ഒരുമിച്ച് വന്നുകൊണ്ട് അതെല്ലാം തന്നെ കൈക്കിലാക്കി എന്നെ പണിഷ് ചെയ്താലും. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. ആ സമയത്ത് പ്രിൻസ് ചെൻ കിടന്ന് കാറുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടില്ലേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്? ദ ഈസ്റ്റേൺ ഡിപ്പോയിലെ ഇനിച്ചാണ് ഇതിനെല്ലാത്തിന്റെ കാരണം. അവര് ദി ഇമ്പീരിയൽ പാലസിന്റെ ട്രഷർ കട്ടെടുത്തിരിക്കുന്നു. പെട്ടെന്ന് എല്ലാരും ഞെട്ടിത്തരിച്ചു പോയി. അല്ല, ഇവരെന്താണ് പറയുന്നത്? പെട്ടെന്നാണ് ആ സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്ടിലെ ആ ഒരു ആർട്ടിസ്റ്റ് പറയുന്നത്, സാർ നമുക്കിനി മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ. അല്ല, എങ്ങനെ? ഇവിടെയുള്ള എല്ലാവരും തന്നെ കൊന്നുകൊണ്ട് ഈ ഒരു എവിഡൻസ് എല്ലാം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യണം. എന്ത്? ഇവിടെയുള്ള എല്ലാവരെയോ? അതൊട്ടും നിസ്സാരമല്ല. ഒന്നാമത്തെ കാര്യം, ആ ഒരു മുറും അലയൻസിന്റെ മാർഷൽ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ ദി സദേൺ മിലിറ്ററി ജനറൽ. അതൊന്നും കൂടാതെ ആ ഒരു വുമണും ഉണ്ട്. ഇതൊട്ടും എളുപ്പമായിരിക്കത്തില്ല. പക്ഷേ ദി ബ്ലഡ് ബ്ലേഡിന് എന്തായാലും ആ ഒരു വുമനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അവസാനം ഇവിടെ 100 കണക്കിന് ഇൻവെസ്റ്റ് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ശരിയാണ്, മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇവരെല്ലാരും കള്ളം പറയുകയാണ്. എല്ലാരെയും കൊല്ലാനായിട്ട് നോക്ക്. ഇമ്പീരിയൽ ഹൈനസിനെ എതിർക്കുന്ന എല്ലാരും ഇപ്പൊ തന്നെ കൊല്ലണമെന്ന് പറയാൻ നേരത്ത് അവരെല്ലാരും അവരുടെ വെപ്പൺസ് എടുത്തുകൊണ്ട് നേരെ മുമ്പിലേക്ക് കയറി. പെട്ടെന്നാണ് ആ ഒരു മാർഷൽ ആർട്ടിസ്റ്റ്, മുറുമലൻസിന്റെ മാർഷൽ ആർട്ടിസ്റ്റ് നമ്മുടെ പ്രിൻസിന്റെ വട്ടം കയറുന്നത്. നാശം, ഈ എവിഡൻസ് എല്ലാം കൂടെ അവരുടെ കയ്യിലാക്കാൻ വേണ്ടി ഇവർ നമ്മളെ കൊല്ലാൻ പോകുകയാണോ? കോങ്ടോങ്ങിലെ എല്ലാവരോടാണ് പറയുന്നത്, എല്ലാരും ഇപ്പൊ തന്നെ പ്രിൻസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. യെസ് സാർ. ആ സമയത്ത് തന്നെ നമ്മുടെ സദേൺ മിലിറ്ററി ജനറൽ പറയുകയും ചെയ്യും, യുവർ ഹൈനസ് താങ്കൾ ഓക്കെ അല്ലേ? എത്രയും പെട്ടെന്ന് പ്രിൻസിനെ പ്രൊട്ടക്ട് ചെയ്യണം. യെസ് ആന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് 3 പേര് അവിടേക്ക് വരും. 3 പേർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കൂ? നായ്കൾ, ഇവര് പ്രശ്നമാണല്ലോ. ഇവരിപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ബ്ലഡ് ബ്ലേഡ് മാസ്റ്റർ, ആ ഒരു സ്ത്രീയുടെ കാര്യം താങ്കൾ വേണം നോക്കാനായിട്ട്. അത് മാത്രമല്ല, താങ്കൾ ആ ഫസ്റ്റ് ഗ്രേഡ് സുപ്രീമിനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ. എന്നാൽ അടുത്ത സെക്കൻഡിലാണ് അവന്റെ കൈ അറ്റ് നിരത്തേക്ക് വീണത്. അവൻ ഞെട്ടിത്തെറിച്ചു പോയി. അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു.
പിന്നെ കാണിക്കുന്നത് ആ ഒരു സോഡാണ്. ബ്ലേഡ് മാസ്റ്റർ, താങ്കൾ എന്താണ് ഈ കാണിച്ചത്? ഇതെന്തിനാണ് ഇത് ചെയ്തത്? കിടന്ന് കാറല്ലടാ, ഞാൻ നിന്റെ കയ്യല്ലേ വെട്ടിക്കളഞ്ഞത്. അല്ല, ഈ ഒരു ശബ്ദം എന്താടാ? നിനക്കിപ്പോഴും ഞാൻ ദി ബ്ലേഡ് മാസ്റ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ കാണിക്കുന്നത് 2 മണിക്കൂർ മുമ്പുള്ള ഒരു കാര്യമാണ്. അതായത് സോൾ കിങ്ങിന്റെ ആ ഒരു റെസിഡൻസ്. അവർ ശരിക്കും ലേറ്റ് ആണ്. പ്ലാൻ എന്തായാലും തകർന്നോ? ആ പറഞ്ഞത് ചു സിയോങ് ആയിരുന്നു. അതായത് സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ വന്നവൻ. ഈ ഒരു മിഷൻ ഒരിക്കലും തന്നെ നമ്മൾ ഫെയിൽ ചെയ്യേണ്ട പാടില്ല. ബിക്കോസ് വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് മെമ്പർ അല്ല സുപ്രീം സേബറിന്റെ ദി ബ്ലേഡ് മാസ്റ്ററിനെയാണ് അവരിവിടേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് സക്സസ്ഫുള്ളി തന്നെ. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ? പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തരിച്ച് അവിടുന്ന് ചാടി മാറിയത്. ആരാണ് നീ? എന്താണ് നിനക്ക് വേണ്ടത്? അവളുടെ പ്രസൻസ് സെൻസ് പോലും ഞാൻ ചെയ്തില്ല. ആരാണ് അവൾ? പെട്ടെന്ന് അത് പൊക്കി കാണിക്കുകയും ചെയ്യും. അല്ല, ആ കാണുന്ന സോഡ് ദി ബ്ലേഡ് മാസ്റ്ററിന്റെ അല്ലേ? നീ മാസ്റ്റർ ആണെങ്കിൽ നീ എന്തിനാണ് നിന്റെ മുഖം കവർ ചെയ്തിരിക്കുന്നത്? ഞാൻ നിന്നെ പ്രൂവ് ചെയ്ത് കാണിക്കണോടാ ഞാൻ ആരാണെന്ന്. ഓ, ഈ രാജാവിന്റെ ഉള്ള വോയിസും ആ ഒരു ടോണും അത് അവളുടെ തന്നെയാണ്. കുഴപ്പമില്ല, കുറച്ച് ധൃതിയായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ദി ഇമ്പീരിയൽ ഹൈനസ് എന്നാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവഴി വന്നുകൊണ്ട് അവൻ നേരെ അകത്തേക്ക് പോയി. നാശം, ആ ഒരു ഒച്ച കേട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചത് അത് ദി ബ്ലേഡ് മാസ്റ്റർ ആയിരുന്നാണ്. പക്ഷേ ഇതാരാണ്? നീ ആരാണ്? ബ്ലേഡ് മാസ്റ്ററിനെ നീ എന്താണ് ചെയ്തത്? നീ സംസാരിക്കുന്നറ നായ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്നായിരുന്നു അവന്റെ വെപ്പൺ കൊണ്ട് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. എന്നാൽ അവന്റെ ബ്ലേഡ് കോൾഡ് സ്റ്റീൽ അയൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത അവന്റെ വെപ്പൺ അവിടെ പൊട്ടിപ്പോയി. ഇവൻ എന്നെക്കാട്ട് സ്ട്രോങ്ങറാണ്. ആരാണ് ഇവൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നാശം, എന്റെ സ്ട്രെങ്ത് ഞാൻ ഇനി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ നേരെ ബാക്കിലേക്ക് ചട്ടിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് പോയി. അവന് ചാൻസ് മനസ്സിലാക്കുകയും ചെയ്തു. ആ ഒരു അറ്റാക്ക് അവനൊരിക്കലും ഡിഫ്ലക്ട് ചെയ്യാണ്ട് പറ്റത്തില്ലെന്ന് പറയാനടുത്ത് ഇവൻ അവനെ ഒന്ന് നോക്കിയിട്ട് അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാം. അവൻ തട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായതിന് ഭിത്തിയിൽ പോയി ഇടിച്ച് ചോരയും ഛർദ്ദിച്ചുകൊണ്ട് നേരെ നിലത്തേക്ക് വീണു. ഇത് ഇമ്പോസിബിൾ ആണ്. എങ്ങനെയാണ് അവൻ ഇത് ചെയ്യാൻ സാധിച്ചത്? അത് മാത്രമല്ല, എന്റെ സ്റ്റാഫും കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിരിക്കുന്നു. അവനൊരു മോൺസ്റ്ററാണ്. ഞാൻ അവനെ ഇപ്പോൾ കൊന്നില്ലെങ്കിൽ ഈ ഒരു പ്ലാൻ എല്ലാം തന്നെ റൂയിനാവും. എനിക്ക് മറ്റു മാർഗമില്ല. ബ്ലഡ് വേണം. ആ ഒരു ഡിവൈൻ ആർട്ടിന്റെ ബ്ലഡ് എനിക്ക് വേണം. അടുത്ത സെക്കൻഡിലാണ് അവൻ നേരെ അത് യൂസ് ചെയ്തത്. ആ പവർ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ റാപ്പല്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവൻ അവൻ്റെ തലയിൽ കയറി പിടിച്ചിട്ട് അങ്ങോട്ട് ഷോക്ക് അടിപ്പിക്കുന്നത്. അല്ല, ഇത് നിങ്ങളെല്ലാവരും സെയിം ടെക്നിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നീ എന്നത്ര വെറുക്കല്, നീ ജസ്റ്റ് അൺലക്കിയാണെന്ന് മാത്രം. ഇതേ സമയത്ത് സദേൺ മിലിറ്ററി ജനറലും അവിടെയുള്ള ഒരു ഇനിഷ്യോട്ട് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സദേൺ മിലിറ്ററി ജനറലിന്റെ പല ശരീരഭാഗങ്ങളും മുറിയാനായിട്ട് തുടങ്ങി. ഇത്ര നിനക്കുള്ളോ? ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആണല്ലോ. നാശം, അവനോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാമിനെ, എൻ്റെ കൈയുടെ ആ സ്ട്രെങ്തും ഇതൊരു റീഗെയിൻ ചെയ്തിട്ടില്ല. ഇത് പ്രശ്നമാണ്. ഇമ്പീരിയൽ ഹൈനസിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും പറഞ്ഞപ്പോൾ ഒരു അറ്റാക്ക് പെട്ടെന്ന് അവിടേക്ക് വന്ന് അവന്റെ ആ ഒരു വയറങ്ങോട്ട് കീറുകയും ചെയ്തു. നീ ഫൈറ്റിനിടയ്ക്ക് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുവാണോ? നീ ശരിക്കും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഈ സമയത്ത് പ്രിൻസിനെ അവൻ നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് സദേൺ മിലിറ്ററി ജനറലിന്റെ ശരീരത്തിലേക്ക് ആ സോഡ് അവൻ കുത്തി ഇറക്കുന്നതാണ്. നീ വീണ്ടും അനങ്ങുകയാണല്ലോ. അപ്പൊ നിന്റെ വൈറ്റൽ പോയിന്റ്സ് എനിക്ക് അറ്റാക്ക് ചെയ്തിട്ട് പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, നീ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പെട്ടെന്ന് നമ്മുടെ സദേൺ മിലിറ്ററി ജനറൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവനത് കൈ കൊണ്ട് പിടിച്ചു. നീ ശരിക്കും അപ്സെറ്റ് ആയിരിക്കുമല്ലേ? നിനക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ നീ കിടന്ന് കൊണക്കാതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവന്റെ സോഡ് യൂസ് ചെയ്ത് അവന്റെ തലയിലേക്ക് ആ സോഡ് കുത്തി അങ്ങോട്ട് ഇറക്കിയത്. വിട്ടി, നിന്റെ ഗാഡ് ലെഡ് ഡൗൺ ചെയ്തോ? ഒരു ബാറ്റിൽ ഫീൽഡിൽ അങ്ങനെ ചെയ്ത മരണമാണ്. അല്ല, ഈ സമയത്ത് അവൻ നേരെ തിരിഞ്ഞു നോക്കും. ദൂരത്താണ് ദി എർത്ത് ബ്ലേഡ് മാസ്റ്റർ വീണ് കിടക്കുന്നത് അവൻ കണ്ടത്. അല്ല, അവനും കൊല്ലപ്പെട്ടോ? അപ്പൊ എനിക്ക് മറ്റു മാർഗമില്ലെന്ന് കൊണ്ട് പെട്ടെന്ന് കുറച്ചധികം സൂചി അവന്റെ കയ്യിലേക്ക് എടുത്തു. ഞാൻ എന്തായാലും ഈ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് പ്രിൻസ് ചെന്നിനെ കൊല്ലണം പറഞ്ഞ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അടുത്ത സെക്കൻഡിലാണ് നമ്മുടെ ഹിയോബോങ് അവിടേക്ക് വന്ന് അവന്റെ ഫ്ലെയിംസ് അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇരിക്കാൻ നിർത്താനോടോ? പക്ഷേ ഹിയോബോങ്ങിനെ അവൻ മൈൻഡ് ചെയ്യാതെ അടുത്ത സെക്കൻഡ് അവിടുന്ന് ചാടി പ്രിൻസ് ചെന്നിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. നിന്നെ കിട്ടിയടാ. എന്നാൽ അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് വന്ന് അവന്റെ മുഖം നേരെ ഇടിച്ച് നിലത്തേക്ക് വീണ് അവന്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും പറ്റാത്ത തരം പ്രഷറിലേക്ക് വന്നു. അല്ല, ഈ ഒരു എനർജി ഇതെവിടെ നിന്നാണ് വന്നത്? ഞാനിപ്പോ നിൽക്കുന്നത് ഇവല്യൂഷണറി റലത്തിലാണ്. എന്നിട്ട് പോലും എനിക്ക് ആ സമയത്താണ് അവിടേക്ക് ഒരാൾ നടന്നു വന്നത്. ഇയോൺ ചിയോൺ.
അവൻ പറയുകയും ചെയ്യും, മുട്ടുമടക്കിയിരിക്കടാ.